അവർക്ക് BHMS അഡ്മിഷൻ എടുക്കണം എന്നാണുള്ളത്. പിന്നെ അഗ്രികൾച്ചറിനും കിട്ടും. പിന്നെ എഞ്ചിനീയറിംഗില് സിവിലിന് പ്രാവശ്യം NSS പാലക്കാട് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഒഴിവാക്കി BHMS പോകുമ്പോ അത് ശരി തെറ്റാവോന്ന് ഞങ്ങൾക്കൊരു പേടിയുണ്ട്. അല്ല, അവൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ ഹോമിയോപ്പതി മോശമുള്ള ഒരു സർവീസ് ഒന്നുമല്ല, പ്രൊഫഷണലായിട്ട് സ്വന്തം തുടങ്ങാം. ബാക്കി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് പ്രൊഫഷണലാന്ന് പേരേ ഉള്ളൂ. ഇപ്പൊ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാലും പലരും പ്രാക്ടീസ് ചെയ്യാനൊന്നും പറ്റൊന്നുമില്ല അവർക്ക്. പിന്നെ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് വല്ല ജോലിക്കും തപ്പണ്ടേ. അഗ്രികൾച്ചറും അതുപോലെയാണ്. ഹോമിയോപ്പതി അറ്റ്ലീസ്റ്റ് താല്പര്യമുള്ള ഒരാളാണെങ്കിൽ സ്വന്തം ഒരു ബോർഡ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാലോ. അത് ഒരു ബുദ്ധിമുട്ടുള്ള സംഭവം ഒന്നുമല്ലല്ലോ. ഈ ഗവൺമെന്റ് ജോലി മെഡിക്കൽ ഓഫീസർ എന്ന് പറയുന്നതിനുള്ള ചാൻസ് കുറവായിരിക്കും, കാരണം അധികം അത്തരം വേക്കൻസികളില്ല. പക്ഷെ ഹോമിയോപ്പതിയിൽ നല്ല താല്പര്യമുള്ള ഒരാളാണ്, നല്ല കൈപ്പുണ്യമുള്ള ഒരാളാണ്, നന്നായിട്ട് ഹോമിയോപ്പതിയിൽ ഡയഗ്നോസിസിനാണ് പ്രാധാന്യം. ഞാനും ഹോമിയോപ്പതി പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഹോമിയോപ്പതി കൃത്യമായിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ല പേരെടുക്കാൻ പറ്റുന്ന ഒരു പിന്നെ വിഭാഗമാണ്. പക്ഷെ എത്ര പേര് അങ്ങനെ പറ്റും, എത്ര പേർക്ക് അങ്ങനെ സാധിക്കേണ്ടതെന്ന് വെച്ചാൽ ഉത്തരം പറയാൻ പറ്റില്ല. അപ്പൊ ഹിബക്ക് അതിനുള്ളൊരു താല്പര്യം ഉണ്ടെങ്കിൽ വേറെ ആരൊക്കെ വീട്ടിലാരൊക്കെ ഉണ്ട്, എന്തൊക്കെയാ ചെയ്യണേ ബാക്കിയുള്ളവര്? 3 പെൺകുട്ടികളാണ്. അതിലൊരാൾ പ്രാവശ്യം +2 കഴിഞ്ഞ് അവള് സിവിലിന് ബിടെക്കിന് ചേരാനുള്ള തീരുമാനത്തിലാണ്. എവിടെയാ ചേരുന്നത് അവള്? NSSലാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. പാലക്കാട് അടുത്ത അലോട്ട്മെന്റില്. മൂന്നാമത്തെ ആള് 6th പഠിച്ചോണ്ടിരിക്കുന്നത്. ഫാദർ എന്താ ചെയ്യണേ കുട്ടികളുടെ? ഫാദർ ടീച്ചറാണ്, ഇവിടെ സ്കൂളില്, ഗവൺമെന്റ് സ്കൂളിലാണ്. നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ വർക്ക് ചെയ്യുന്നില്ല. എന്താ പേര്? എന്റെ പേര് ജസ്ല. ഓക്കെ. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് രണ്ടാക്കും സിവിൽ എഞ്ചിനീയറിംഗ് കിട്ടിയിട്ട് ഒരേ കോളേജിൽ കിട്ടുകയാണെങ്കിൽ പിന്നെ അവർക്ക് കൂടെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാലോ. രണ്ടാൾക്കും ഒരിടത്ത് തന്നെയാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ പിന്നെ വേറെ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല, അവൾക്കത് ഇഷ്ടമാണെങ്കിലോ. അപ്പൊ ഇതിന് ഗവൺമെന്റ് സർവീസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല, നമ്പർ 1. നമ്പർ 2, ഇത് കഴിഞ്ഞാലും ഇഷ്ടംപോലെ ബാക്കിയുള്ള എക്സ്ട്രാ കോഴ്സുകൾ, MSW മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്, അതുപോലെ പ്രോജക്റ്റുകൾ, വലിയ പ്രോജക്റ്റുകൾ, പിന്നെ ഹോമിയോപ്പതിയിലും റിസർച്ച് സാധ്യതകളുണ്ട്. അപ്പൊ കെമിസ്ട്രിയും ബോട്ടണിയൊക്കെ ഇഷ്ടമാണോ? കെമിസ്ട്രി ആണ് ശരിക്കും ഹോമിയോപ്പതി. മോക്കതിന്റെ ബേസിക് അറിയോ ഹോമിയോപ്പതിയുടെ? അല്ല വെറുതെ ഇഷ്ടപ്പെടുന്നതാ? MBBS കിട്ടാത്തതുകൊണ്ട് അടുത്ത ഓപ്ഷൻ വിചാരിച്ചിട്ട് ഇഷ്ടപ്പെടുന്നതാണോ? അങ്ങനെയല്ല, അതെ, ഹോമിയോപ്പതിയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്താ വെച്ചാല് അത് ബേസിക് ഫിസിക്സിന്റെ പ്രിൻസിപ്പിളാണ്. എൻ ഐറ്റം ക്യാൻ സ്റ്റേ ഓൺലി ഇൻ വൺ പ്ലേസ്. ഇപ്പൊ മോള് നിൽക്കുന്ന സ്ഥലത്ത് മോക്ക് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. മോളെ അവിടെ നിന്ന് മാറ്റിയാലല്ലേ വേറൊരാൾക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ മോളു. അതുപോലെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാക്കണമെങ്കിൽ അത് എത്ര വലിയ അസുഖമായാലും ഏതോ ഒരു പാരാമീറ്റർ നമ്മുടെ ശരീരത്തിൽ എവിടെയോ വന്നുപെട്ടിട്ടുണ്ട്. ആ സാധനത്തെ അവിടുന്ന് മാറ്റിയാലേ എൻ്റെ അസുഖം മാറുള്ളൂ. അപ്പൊ അതെങ്ങനെ മാറ്റാന്നുള്ളതാണ്. അത് മാറ്റണമെങ്കിൽ അതിനേക്കാളും ഇപ്പൊ മോള് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മോളെ മാറ്റണമെങ്കിൽ മോളെക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരാൾ വന്ന് മോളെ അവിടെ നിന്ന് തള്ളണം, അല്ലേ? അപ്പൊ അങ്ങനെ തള്ളാൻ പറ്റുന്ന ഒരു സാധനമാണ് ഹോമിയോപ്പതി മെഡിസിൻ. അപ്പോൾ ഹൈ ഡോസിലുള്ള ഒരു ഹോമിയോപ്പതി മെഡിസിൻ അങ്ങോട്ട് കൊടുത്താൽ ഒരാൾക്ക് പനിയുണ്ട്, അത് സിംറ്റംസിനെയാണ് സാധാരണ ഹോമിയോപ്പതി ഡയഗ്നോസ് ചെയ്തിട്ട് സിംറ്റംസിനെയാണ് ട്രീറ്റ് ചെയ്യുക. ഒരാൾക്ക് പനി ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ പനി ഉണ്ടാക്കാൻ എന്തോ കാരണം ശരീരത്തിലുണ്ടെങ്കിൽ അതിനെ തള്ളി മാറ്റി അവിടെ പുതിയ ഒരു മെറ്റീരിയൽ കൊണ്ടുപോയി സ്ഥാപിക്കും. ആ തള്ളി മാറ്റി നിർത്തുന്ന ആ ഒരു എക്സ്റ്റേണൽ ഫാക്ടറായിട്ടുള്ള ഹോമിയോപ്പതി മെഡിസിന്
വളരെ കുറച്ച് ലൈഫ് സ്പാനേ ഉള്ളൂ. കാരണം നമ്മൾ എക്സ്റ്റേണലായിട്ട് ഉണ്ടാക്കുന്നതാണ്. മോളെ തള്ളിമാറ്റി നിർത്തുന്ന ഒരാൾക്ക് കുറച്ച് സമയം അവിടെ നിൽക്കുക, അത് കഴിഞ്ഞാൽ അയാൾ വാനിഷ് ആവും. അങ്ങനെ ചെറിയ ലൈഫുള്ളൊരു എനർജിയാണ് അവിടെ കൊണ്ടാക്കുന്നത്. അപ്പം ശരീരത്തിൽ ആ സ്ഥാനം പോയി കഴിഞ്ഞ് ഒറിജിനൽ കോസ് ഉണ്ടാക്കിയിട്ടുള്ള സാധനത്തിനെ വേസ്റ്റിലൂടെ അങ്ങോട്ട് പുറത്ത് കളയുമ്പോൾ ഈ ഒരു സാധനം കുറച്ച് കഴിഞ്ഞ് ഇല്ലാണ്ടാവുമ്പോൾ കുറച്ചും കൂടി ഡോസ് കുറഞ്ഞിട്ടുള്ള വേറൊരു സാധനം കൊടുക്കും. അതുകൊണ്ടാണ് ഈ ഹോമിയോപ്പതി ഓരോ 3 മണിക്കൂറിനും സെപ്പറേറ്റ് പാക്കറ്റ് മെഡിസിൻ കൊടുക്കുന്നത്. ആ 3 മണിക്കൂർ കഴിയുമ്പോൾ അതവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ 3 മണിക്കൂർ കഴിയുമ്പോൾ മറ്റേ ആൾ സ്ഥലം വിടും. അങ്ങനെ ഡോസ് കുറച്ച് കൊണ്ടുവന്ന് ഇല്ലാണ്ടാക്കുന്ന ഒരു അസുഖമാണ്. പക്ഷേ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവർക്കും ഒരു സെൽഫ് ഹീലിംഗ് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അത് പതുക്കെ ഉള്ളിൽ നിന്ന് റിയാക്ട് ചെയ്ത് നമുക്ക് ഹീല് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിദഗ്ധമായ ഒരു ബേസിക് പ്രിൻസിപ്പിൾ വെച്ചിട്ടുള്ള മെഡിക്കൽ സിസ്റ്റമാണ്. ഇതിലെവിടെയാണ് ഫോൾസ് അല്ലെങ്കിൽ എവിടെയാണ് പാളിപ്പോകുന്നതെന്നറിയോ? എന്തുകൊണ്ടാണ് ഹോമിയോപ്പതി അത്ര ഫേമസ് ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കാത്തതെന്ന് വെച്ചാൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് സിംറ്റത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ഹോമിയോപ്പതി ഫെയിലിയർ ആവും. അതുകൊണ്ട് നല്ല കൈപ്പുണ്യമുള്ള നല്ല കഴിവുള്ള ഡോക്ടേഴ്സിന് മാത്രമേ ഹോമിയോപ്പതിയിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. പിന്നെ ക്രോണിക് ആയിട്ടുള്ള വലിയ ആൾക്കാരിൽ കുറേ കാലമായിട്ടുള്ള അസുഖങ്ങൾ നമ്മൾ ഒരേ സ്ഥലത്ത് കുറേ സമയമായിട്ട് നിൽക്കുന്ന ഒരാളെ തള്ളി മാറ്റാൻ ഹോമിയോപ്പതിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ചെറിയ കുട്ടികളിൽ വളരെ എഫക്റ്റീവായിട്ട് കാണുന്നത്. വലിയ ആൾക്കാരിൽ വലിയ ഡിസീസുകളിൽ ഇത് പറ്റില്ല. കാരണം ശരീരത്തിൻ്റെ ഭാഗം മുറിച്ച് മാറ്റുകയും, ഇപ്പോൾ പല്ല് വേദനയ്ക്ക് പല്ല് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, അത് മുറിച്ച് മാറ്റന്നെ വേണ്ട, എടുത്തു കളയന്നെ വേണം. അത് ഹോമിയോപ്പതിയുടെ ചികിത്സയല്ലല്ലോ. ആയുർവേദത്തിൽ ഈവൻ സർജറിയും ടീത്ത് റിമൂവലും അതൊക്കെ ഉണ്ട്. മോക്ക് ആയുർവേദം കിട്ടിയിട്ടില്ല, അല്ല താല്പര്യമില്ല? താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഹോമിയോപ്പതി തന്നെയാണ് ഉള്ളതിൽ. താല്പര്യമുണ്ട് എങ്കിൽ ഹോമിയോപ്പതി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. ഓക്കെ. പിന്നെന്താ സംശയം? അങ്ങനെ ഒരു സംശയം തോന്നാൻ എന്താ കാരണം? സിസ്റ്റർ അനിയത്തിയാണോ? അവള് സിവിലിനാണ് പോണത്. മോക്ക് സിവിലിന് താല്പര്യമില്ല? മാത്തമാറ്റിക്സ് ഇഷ്ടമല്ല? എഞ്ചിനീയറിംഗിനോട് പൊതുവെ താല്പര്യമില്ല. വണ്ടർഫുൾ. അതെ, ഇനി BHMS അല്ല, ഒരു ബേസിക് ഡിഗ്രി കഴിഞ്ഞിട്ട് മോള് നല്ലപോലെ പഠിച്ചിട്ട് ഓൾ ഇന്ത്യ സർവീസിന് അപ്ലൈ ചെയ്യാനൊക്കെ എലിജിബിൾ ആണ്. ഹോമിയോപ്പതി അത്ര ടാക്സിങ് ആയിട്ടുള്ള ഒരു പഠന രീതിയല്ല. അപ്പം ജനറലായിട്ട് കുറേ പഠിച്ചിട്ട് ഹോമിയോപ്പതി അല്ല, ഇനി എനിക്ക് സിവിൽ സർവീസിലാണ് ഇഷ്ടം, IAS IPS ഒക്കെ എഴുതാനുള്ള എലിജിബിലിറ്റി ഏത് ഗ്രാജുവേറ്റിനും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്തരം കോഴ്സുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള കുറച്ചും കൂടി സമയം കിട്ടും ഈ ഹോമിയോപ്പതിയിൽ പഠിക്കുമ്പോൾ. കാരണം ഭയങ്കര ടാക്സിങ് അല്ല അത്. ഇൻക്ലൂഡിങ് BAMS പോലെയോ MBBS പോലെയോ വലിയ കഷ്ടപ്പാടൊന്നുമില്ല പഠിക്കാൻ. ഓക്കെ. അപ്പോൾ റിലാക്സ്ഡ് ആയിട്ട് പഠിക്കുന്നതിൻ്റെ കൂടെ മിക്കവാറും വളരെ റിലാക്സ്ഡ് ആയിട്ട് ആൾക്കാർ പഠിക്കുകയാണ് ചെയ്യുക. മോള് ചെയ്യേണ്ടത് ബാക്കി കുറേ കൂടി ജനറൽ നോളജും ജനറൽ അവയർനെസ്സും എക്സ്ട്രാ കോഴ്സുകൾ ഇഷ്ടംപോലെ അതർ മെഡിക്കൽ സയൻസസ്, അത് സൈക്കോതെറാപ്പി ആവാം, സൈക്കോളജി ആവാം, പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഓൺലൈൻ കോഴ്സുകളുണ്ട് എബ്രോഡുള്ള പല യൂണിവേഴ്സിറ്റികളിലും. മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള അത്തരം കോഴ്സുകളൊക്കെ കുറേ ചെയ്യാം. അതും കൂടി ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആവും. ഇപ്പൊ എവിടെ കിട്ടും മോക്ക്? പാലക്കാട് തന്നെയാണോ കിട്ടുക? കോഴിക്കോട് കിട്ടാൻ ചാൻസ് ഉണ്ട്. BHMS. അപ്പൊ വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റും മോളെ? ഇല്ല, അവിടെ നിൽക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. സിവിൽ എഞ്ചിനീയറിംഗുകാരോടും പറയൂ നന്നായിട്ട് പഠിക്കാൻ. ഓക്കെ സർ. നല്ലോണം പഠിച്ച് സിവിൽ എഞ്ചിനീയറിംഗ് വളരെ നല്ല പോലെ പഠിക്കാനുള്ളൊരു വിഷയമാണ്. കുറേ വരക്കാനും പിടിക്കാനും എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങും അതിൻ്റെ കൂടെ തന്നെ കമ്പ്യൂട്ടർ സയൻസും. ഞാൻ എന്താ വെച്ചാല് നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് എടുത്താല് നമുക്കതിൽ ഏറ്റവും ഹയർ പൊസിഷൻ ഏതാണ്, നല്ല ഏറ്റവും മികച്ച പൊസിഷൻ ഏതാണ് അറിയാനുണ്ടായിരുന്നു. എന്ത് ലക്ഷ്യം വെച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്? അല്ല, ഈ ഞാൻ പറഞ്ഞിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത് എപ്പോഴും സിവിൽ സർവീസാണ്. സിവിൽ സർവീസിന്റെ ഏറ്റവും മുകളിലെത്താൻ ഏത് ഗ്രാജുവേറ്റിനും പറ്റും. ഓക്കെ. ഇനി എനിക്ക് അത്തരം ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഒന്നും ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ സിവില്, മെക്കാനിക്കല്, ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ്
ഇത് എഴുതിയ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ്. അങ്ങനെയാണ് ഈ ശ്രീധരനൊക്കെ ഇല്ലേ, മെട്രോ ശ്രീധരൻ, അദ്ദേഹമൊക്കെ അങ്ങനെയാണ് എഞ്ചിനീയർ ആയത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് സർവീസിലെ ടോപ്പ് മോസ്റ്റ്. അപ്പോൾ അത് നല്ലപോലെ ജനറൽ നോളജ് പഠിക്കണം. ഇപ്പം രണ്ടാൾക്കും ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള മറ്റേയാളും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ജനറൽ നോളജ് നല്ലപോലെ പഠിക്കുക, കുറേ അത്തരം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏത് എക്സാമിനേഷൻ എഴുതാനും എലിജിബിൾ ആവും. അതിൽ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള, കോർ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള ആർക്കും പോകും അതിനകത്ത്. പിന്നെ ഇപ്പോൾ എഞ്ചിനീയറിംഗ് സർവീസസിലേക്ക് സാധാരണ EME ആണ്, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കലാണ് ഇതിനകത്ത് എടുക്കുക മിലിറ്ററി സർവീസിലേക്കൊക്കെ. ഇപ്പം സിവിലിയൻസിനെ എടുത്തിട്ടുണ്ട്, സിവിൽ പാസ്സായിട്ടുള്ളവരെ എടുക്കുന്നുണ്ട്. പിന്നെ GIS, നമ്മുടെ ഗൂഗിൾ മാപ്പില്ലേ, ഞാൻ സാറ്റലൈറ്റ് ഉപയോഗിച്ചു മാപ്പ് ഉണ്ടാക്കുന്ന ഒരാളാണ്. ഞാൻ 20 കൊല്ലം ചെയ്ത പണി കംപ്ലീറ്റ് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പം സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റംസ്, മാപ്പിംഗുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, നമ്മുടെ കഡസ്ട്രൽ മാപ്പാണ് സാധാരണ ലാൻഡ് സർവേ ഒക്കെ സ്ഥലം അളന്ന് മുറിച്ച് കൊടുക്കുന്നതിൽ കഡസ്ട്രൽ മാപ്സ് എന്നാ പറയാം, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആവശ്യമുള്ള മാപ്പുകൾ. ഇപ്പോൾ വയനാട് ദുരന്തം സംഭവിച്ചു, അത് റീകൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ആരാ ആദ്യം അവിടെ പണിയെടുക്കുക? സിവിൽ എഞ്ചിനീയേഴ്സാണ്. അതിന് ചെയ്യുന്നത് നമ്മൾ സാറ്റലൈറ്റ് മാപ്പ് ഉപയോഗിച്ചിട്ടാണ് ആദ്യം പ്ലാൻ ചെയ്യുക. കോഴിക്കോട് തന്നെ ULCC, ഊരാളങ്കൽ ലേബർ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ, ULCC ഡോക്ടർ TPS എന്നടിച്ചാൽ ഞാൻ അവരെ GIS പഠിപ്പിക്കുന്നതാണ്. GIS ഡോക്ടർ TPS എന്നടിച്ചാൽ ഹൈദരാബാദിൽ ഈ മൊബൈലിലേക്ക് ഗൂഗിൾ മാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള എഞ്ചിനീയർമാരെ ഞാൻ പഠിപ്പിക്കുന്നത് കാണാം. സർവേ ഓഫ് ഇന്ത്യ, നമ്മുടെ മാപ്പുകളൊക്കെ ഉണ്ടാക്കുന്നത് സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, അവർ സിവിൽ എഞ്ചിനീയേഴ്സാണ് എല്ലാവരും. അത് തിയോഡലൈറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ലെവലിങ്ങും ഒക്കെ ചെയ്യുന്ന കാണാം, റോഡിൻ്റെ സ്ട്രെയിറ്റ് ആക്കാനും വളവ് നിർത്താനും ഹൈറ്റ് മനസ്സിലാക്കാനും. ഇതിലൊക്കെ ബേസിക് ആയിട്ടുള്ള കുറേ റിസർച്ച് നടത്തുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ മോള് BTech പഠിച്ച് BTechൽ നല്ല നോളജൊക്കെ കിട്ടി കുറേ എക്സലൻ്റായി മാറിക്കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് PhDക്ക് പോവാം. അങ്ങനെ PhD കഴിഞ്ഞ് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പൾ ആവാൻ പറ്റും. എഞ്ചിനീയറിംഗിൽ PhD കിട്ടിയ ആൾക്കേ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രിൻസിപ്പൾ ആവാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഇവർ തന്നെയാണ് സാധാരണ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലും ഒക്കെ എഞ്ചിനീയേഴ്സിൻ്റെ ആവശ്യം വരും. അത് ഏത് സർവേ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും. ഓക്കെ, പിന്നെ M.Tech ചെയ്ത് കഴിയുമ്പോൾ സ്പെഷ്യലൈസേഷൻസ് ചെയ്യാം. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ പറ്റുന്നത് ജിയോടെക് എഞ്ചിനീയറിംഗ്. ഇപ്പം ദുബായിലുള്ള വലിയ ബിൽഡിങ്ങുകൾ കൺസ്ട്രക്ഷൻ, ആ കൺസ്ട്രക്ഷൻ്റെ എത്ര താഴത്ത് പോയിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയാലാണ് ഈ ബിൽഡിങ്ങിന് നിലനിൽക്കാൻ പറ്റുക. ഒരു വലിയ ബ്രിഡ്ജ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ബ്രിഡ്ജിന് എത്ര കോളംസ് ഉണ്ടാക്കണം, അതിന് സ്ട്രക്ചറൽ എഞ്ചിനീയറിങ്. നമ്മൾ സാധാരണ പില്ലർ എല്ലാ ബിൽഡിങ്ങിനും ഒരേപോലെ അല്ലല്ലോ, വലിയ ബിൽഡിങ്ങുകൾക്കൊക്കെ വലിയ പില്ലറുകളാണ്, അതിന് എത്ര വലുപ്പം വേണം, അത് ചെയ്യുന്ന എഞ്ചിനീയർമാർ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആണ്. അത് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ മാസ്റ്റേഴ്സിന് പോകാൻ പറ്റുന്ന ഒരു സ്പെഷ്യലൈസേഷനാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്. ടൗൺ പ്ലാനിങ്, നമ്മൾ പുതിയൊരു ഇപ്പോൾ സാറ്റലൈറ്റ് മാപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ മാപ്പ് ഉണ്ടാക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ടൗൺ പ്ലാനിങ് നോർമൽ ഗ്രൗണ്ടിൽ, ഇപ്പോൾ പുതിയൊരു പിന്നെ സിറ്റി ഉണ്ടാക്കാൻ പോവാണെന്ന് വിചാരിക്കുക, അവിടെ കുറേ ആൾക്കാർക്ക് താമസിക്കണം, അതിനുള്ള ബിൽഡിംഗ് എവിടെയൊക്കെ കൺസ്ട്രക്ട് ചെയ്യണം, അതിൻ്റെ ഡ്രൈനേജ് ഏത് ഭാഗത്തൊക്കെ പോകണം, എവിടെ നിന്നൊക്കെയാണ് വെള്ളം കിട്ടുക, വാട്ടർ ടാങ്കിന് എത്ര ഹൈറ്റ് വേണം, ഇതിൻ്റെയൊക്കെ പ്ലാനിങ് നടക്കുന്നത് ആർക്കിടെക്ചറൽ എഞ്ചിനീയറിങ്ങും സിവിൽ എഞ്ചിനീയേഴ്സും കമ്പൈൻഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഇഷ്ടം പോലെ സ്കോപ്പ് ഉണ്ട്. ടൗൺ പ്ലാനിങ് സ്പെഷ്യലൈസേഷൻ, അർബൻ പ്ലാനിങ് സ്പെഷ്യലൈസേഷൻ, എൻവിറോൺമെൻറ്റ് സയൻസിൽ എൻവിറോൺമെൻറ്റുമായിട്ട് എങ്ങനെ എല്ലാ സബ്ജക്റ്റിലും എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആൾ എൻവിറോൺമെൻറ്റ് സയൻസ് പഠിക്കണം. അതിൽ സിവിൽ എഞ്ചിനീയേഴ്സ് പ്രത്യേകിച്ചും പഠിക്കണം. ഇപ്പോൾ ബേസിക്കായിട്ട് ഫസ്റ്റ് ഇയറിലെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഡിസൈനിങ്, എഞ്ചിനീയറിംഗ്, ഡ്രോയിങ്, ബേസിക് കമ്പ്യൂട്ടർ സയൻസിൽ കുറേ പുതിയ സോഫ്റ്റ്വെയർസ് വരും. അപ്പോൾ മോളിപ്പോൾ ചെയ്യേണ്ട സ്കിൽ സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കുറേ സോഫ്റ്റ്വെയർസ് പഠിപ്പിക്കുന്ന ഓൺലൈൻ പ്രോഗ്രാംസ് ഉണ്ട്. അതിൽ കയറിയിട്ട് ഞാനൊക്കെ പണ്ട് പഠിച്ച 3D Max, മായ, ഡിസൈനിങ് സോഫ്റ്റ്വെയർസ്, CAD സോഫ്റ്റ്വെയറുകൾ,
മോഡുലാർ സോഫ്റ്റ്വെയർസ്, ഇത്തരം കുറേ സോഫ്റ്റ്വെയർസ്, അതുപോലെ പൈത്തൺ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, മാത്ത് മോഡലുകൾ, ഇതൊക്കെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് കംപ്ലീറ്റ് റിലേറ്റഡ് ആയിട്ട് സിവിൽ എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ റിലേറ്റഡ് ടു സിവിൽസ് എഞ്ചിനീയറിംഗ് ഓപ്പൺ കോഴ്സസ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക ഇപ്പം തന്നെ. എന്നിട്ട് ഏതൊക്കെ സോഫ്റ്റ്വെയർ പഠിക്കണോ അതിനൊക്കെ ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. അതൊക്കെ മിക്കവാറും ഫ്രീ ആണ്. എബ്രോഡുള്ള ഒരു 200ഓളം യൂണിവേഴ്സിറ്റികൾ, എബ്രോഡുള്ള കുറേ യൂണിവേഴ്സിറ്റികൾ, ഒരു 200-250 യൂണിവേഴ്സിറ്റീസ് ഫ്രീ ആയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കും. അപ്പം അതൊക്കെ പഠിച്ചിട്ട് ബിടെക് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. സിവിൽ എഞ്ചിനീയറിംഗിൽ 4 കൊല്ലം കൊണ്ട് ഒരു 40ഓളം അത്തരം സർട്ടിഫിക്കറ്റുകളും കൂടെ എക്സ്ട്രാ ഉണ്ടാക്കിയാൽ മോക്ക് ഇത് കഴിഞ്ഞാൽ ഡിസൈൻ കോളേജുകളുണ്ട് എബ്രോഡിലൊക്കെ, വലിയ ഡിസൈൻ കോളേജുകൾ, വലിയ ബിൽഡിംഗ് ഡിസൈനുകൾ, അതിൻ്റെ പിന്നെ സ്ട്രക്ചർ എങ്ങനെയാണ് ഉണ്ടാക്കുക, അതിൻ്റെ പ്ലാൻ എങ്ങനെയാണ് ഉണ്ടാക്കുക, അത്തരം ഡിസൈൻ എഞ്ചിനീയറിംഗിൽ സ്പെഷ്യലൈസ് ചെയ്ത് പോകണമെങ്കിൽ ഈ എക്സ്ട്രാ കോഴ്സൊക്കെ ചെയ്തിട്ടുള്ള ഒരാൾക്ക് എബ്രോഡിൽ ഫ്രീ ആയിട്ട് അഡ്മിഷൻസ് കിട്ടും. നമ്മൾ വെറും ബിടെക് കൊണ്ട് പുറത്തിറങ്ങി വന്നാൽ ഏതെങ്കിലും ഒരു ജോലി, മിക്കവാറും ബിടെക് കഴിഞ്ഞ് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാർ ചെയ്യുന്നത് നേരെ കമ്പ്യൂട്ടർ സയൻസിൽ മാസ്റ്റേഴ്സിന് എബ്രോഡിൽ പോകും, എന്നിട്ട് ഏതെങ്കിലും സ്ഥലത്ത് പ്രോഗ്രാമിങ്ങിന് പോകും. അത് NIT അടക്കം ഉള്ള കുറേ കുട്ടികൾ, ഇപ്പോൾ എൻ്റെ തന്നെ മരുമോള് NIT കോഴിക്കോട് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞപ്പോൾ മാസ്റ്റേഴ്സ് ഡാറ്റാ സയൻസ് ചെയ്തു, എബ്രോഡിൽ ഡാറ്റാ സയൻസിൽ വർക്ക് ചെയ്യുന്നു. അവിടുത്തെ ഗവൺമെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, അമേരിക്കയിലാണ്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാലും മാറാൻ പറ്റുന്നൊരു ഫീൽഡാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്. അപ്പോൾ ഇഷ്ടംപോലെ സ്കോപ്പ് ഉണ്ട്. അത് ഈ ഒരു എഞ്ചിനീയറിംഗിന് മാത്രമല്ല, ഏത് എഞ്ചിനീയറിംഗിനും ഉണ്ട്. പക്ഷേ ഒരു നോർമൽ സാധാരണ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസ് ഈ പറയുന്ന മോളൊന്നും ആവില്ല. ഒരു 3 മാസം ആ കോളേജിൽ എത്തുമ്പോഴത്തേക്കും വേറെ എന്തൊക്കെയോ ഗ്രൂപ്പിൽ പെടും. പിന്നെ വളരെ റിലാക്സ്ഡ് ആയിട്ട് എൻജോയ് ചെയ്ത് ഈ 2 കൊല്ലം കഷ്ടപ്പെട്ടിട്ട് എന്നൊക്കെയല്ലേ പറയാം നമ്മൾ. അങ്ങനെ എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കോളേജ് എത്തുമ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് അങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങും. അങ്ങനെ ഫസ്റ്റ് ഇയറിൽ മിക്കവാറും കുട്ടികൾ, ഇന്ത്യയിലാകെ കേരളത്തിൽ വിശേഷിച്ചും 100 കുട്ടികളിൽ 4 കുട്ടികളാണ് ഫസ്റ്റ് ഇയറിൽ എല്ലാ പേപ്പറിലും പാസ്സാവുന്നവർ. മിക്കവാറും ആൾക്കാർ തോക്കും. അതോടുകൂടി എല്ലാ ഇൻട്രസ്റ്റും തീരും. അങ്ങനെ അല്ലാതൊക്കെ പഠിച്ചാൽ, നന്നായിട്ട് പഠിച്ച് തയ്യാറായി കഴിഞ്ഞാൽ, ഇപ്പോൾ എഴുതി വെക്കുക, ഇന്ന് 12-ാം തീയതി ഓഗസ്റ്റ് 2024 ഞാൻ ഈ പൊസിഷനിൽ ഇന്ന സ്ഥലത്ത് ആണ് ഇരിക്കുന്നത്. മേ ബി ആഫ്റ്റർ 3 ഇയേഴ്സ്, ആഫ്റ്റർ 2 ഇയേഴ്സ്, ആഫ്റ്റർ 4 ഇയേഴ്സ്, ആഫ്റ്റർ 5 ഇയേഴ്സ്, ആഫ്റ്റർ 10 ഇയേഴ്സ് ഞാൻ എവിടെ ഉണ്ടാവും എന്ന് കൃത്യമായിട്ടൊരു ലൈൻ വരച്ചിട്ട് ഒരു സ്വന്തം ജീവിതത്തിൻ്റെ മാപ്പ് ഉണ്ടാക്കുക. അങ്ങനെ ഒരു വലിയൊരു ഹോപ്പോടു കൂടി, വലിയ ഒരു ആഗ്രഹത്തോടു കൂടി, നമ്മൾ ചോദിച്ചത് വളരെ ഇഷ്ടമായി, ഏത് ഹയസ്റ്റ് പൊസിഷനിൽ എത്താൻ പറ്റും, എങ്ങനെ പെട്ടെന്നൊരു ജോലി കിട്ടുന്നല്ലോ ചോദിച്ചത്. അങ്ങനെ ഹൈ എംബിഷ്യസ് ആയിട്ട് മാറാം. ഇനി മോള് പഠിക്കുന്ന ഏത് വിഷയത്തിൽ, അത് തിയോഡലൈറ്റ് ആയാലും മാപ്പിംഗ് ആയാലും കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും ഫിസിക്സ് ആയാലും, എവിടെയെങ്കിലും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നി അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്താണ്, ഞാൻ പഠിപ്പിച്ചതാണ്. ഓക്കെ, അപ്പം നല്ല പോലെ പഠിക്കുക, അതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. പിന്നെ എക്സ്ട്രാ അതർ ദാൻ വാട്ട് പീപ്പിൾ ടീച്ച് ഇൻ യുവർ കോളേജ്, ആ കോളേജിൽ പഠിപ്പിക്കുന്നത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ട് പുറത്ത് പോകണം. പിന്നെ ഹൈ എംബീഷ്യസ് ആയിട്ട് സിവിൽ സർവീസ്, അതാണ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രോസ്പെക്റ്റീവായിട്ട് ഒരാൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇന്ത്യയിലെ ഏറ്റവും നല്ല ജോലി ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ സിവിൽ സർവീസ്, IAS, കളക്ടർ ആവുക എന്നുള്ളതാണ്. കളക്ടറാണ് ദ ഹെഡ് ഓഫ് ദ റവന്യൂ. നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൻ്റെ കളക്ടർക്ക് ആ ഹോൾ ഡിസ്ട്രിക്റ്റിൻ്റെ റവന്യൂ എന്ന് പറഞ്ഞാൽ സ്ഥലം തന്നെ അർത്ഥം. ഏത് ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ ആദ്യം കളക്ടർ പോയിട്ട് അളന്നിട്ട് സ്ഥലത്തിന് ആൾക്കാരെ മാറ്റി അവിടുന്ന് വേറെ എവിടെയെങ്കിലും താമസിപ്പിക്കണം. അവർ എല്ലാം ചെയ്യുന്ന സിവിൽ എഞ്ചിനീയറിംഗ് പണിയാണ്. അവർ പഠിച്ചത് ചിലപ്പം മെഡിക്കൽ സയൻസ് ആവും, ചിലപ്പം ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണെങ്കിലും അയാൾ ചെയ്യേണ്ട പണി അവസാനം ഓരോരാളെ സ്ഥലം പാർപ്പിക്കുക, എവിടെ പാർപ്പിക്കണം, എന്ത് പ്രശ്നം ഉണ്ടായി. ഇത് സിവിൽ എഞ്ചിനീയേഴ്സ് ആകുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കാനും പണിയെടുക്കാനും പറ്റും. അപ്പോൾ നല്ലതായിട്ട് പഠിക്കുക, അതാ വേണം. ഓക്കെ, വേറെന്തെങ്കിലും അറിയണോ മോള്? തീർന്നോ സംശയം? സംശയം ഇല്ലെങ്കിലും കോണ്ടാക്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, അപ്പോഴല്ലേ നമുക്ക് സന്തോഷം ഉണ്ടാവുക. എവിടെ എത്തി, എന്ത് ചെയ്യുന്നു, എന്ത് പഠിക്കണു, അതേപോലെ എത്ര ഓൺലൈൻ കോഴ്സ് ചെയ്തു, ആ കോഴ്സിൽ എത്ര ഗ്രേഡ് കിട്ടി, ഏത് യൂണിവേഴ്സിറ്റിയുടെയാ ചെയ്തത് എന്നൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. മോള് സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ്സിലും നാട്ടിൽ പല കുട്ടികളും അങ്ങനെ പോകുന്നുണ്ട്.
ഈ പഠിപ്പിക്കുന്ന മാഷന്മാരൊന്നും ജീവിതത്തിൽ സ്പോക്കൺ ഇംഗ്ലീഷ് നന്നോണം അറിഞ്ഞാൽ അവൻ ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് പണിയെടുത്താൽ ഇതിനേക്കാൾ ശമ്പളം കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത്തരം ലോക്കൽ കോഴ്സുകളിലൊന്നും ചേരാണ്ടിരിക്കുക. അതിന് അത്യാവശ്യമായിട്ട് വേണ്ടത് IELTS എന്ന് പറഞ്ഞിട്ടൊരു എക്സാം ഉണ്ട്. അത് എബ്രോഡിലൊക്കെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നല്ലതാണോ എന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്നതാണ്. അവരുടെ ഓഡിയോ ക്ലിപ്പിംഗ്സ് കേൾക്കും. ആ ഓഡിയോ ക്ലിപ്പിംഗ്സ് കേട്ടിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ട് അതിനകത്ത് ആൻസർ എഴുതാനാണ് പറയുക. അപ്പോൾ അവരുടെ ക്ലിപ്പിംഗ്സ് കുറേ പ്രാവശ്യം നമ്മൾ കേട്ടാൽ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ കൊടുക്കുന്ന ക്ലാസ്സുകൾ, ഞാനിപ്പം ഒരു വീഡിയോ യൂട്യൂബിലിട്ടാൽ 1000 പേര് കാണും ഒരു ദിവസം. പക്ഷെ എൻ്റെ ഏതെങ്കിലും ഇംഗ്ലീഷ് ടോക്ക് വന്നാൽ ആകെ 100 ആളെ കാണുള്ളൂ. അത് കാരണം അത് കേൾക്കാൻ താല്പര്യമില്ല, മനസ്സില്ല. അപ്പോൾ ചെയ്യേണ്ടത് ഇപ്പം ഇഫ് ഐ എം ടോക്കിംഗ് ടു ഇൻ ഇംഗ്ലീഷ്, ഇപ്പം ഞാൻ പറഞ്ഞ വാക്കേതാ മോളെ? അല്ല, ഇപ്പം ഞാൻ പറഞ്ഞ വാക്കേതാ? ഒരു സെന്റൻസ് പറഞ്ഞു, ആ സെന്റൻസ് ഏതാ? അല്ല, ഞാൻ ഇപ്പം പറഞ്ഞത് ഇഫ് ഐ എം ടോക്കിംഗ് ടു യു ഇൻ ഇംഗ്ലീഷ് എന്നാ പറഞ്ഞത്. അപ്പോൾ അത് പറയുമ്പോൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കില്ല. ആ പറയുന്ന സമയത്ത് ഇഫ് ഐ എം ടോക്കിംഗ് ടു ഇംഗ്ലീഷ്, വാട്ട് യു ഷുഡ് ഡു ഈസ് യു ഷുഡ് ഓൾസോ കീപ് റിപ്പീറ്റിംഗ് ഇറ്റ് ഇന്റേണലി. ഇപ്പം ഞാൻ പറഞ്ഞത് എന്താ, ഒന്നുകൂടി പറയും. If I am talking to in English, you should also You should also keep repeating it internally. Keep repeating? Internally. Okay. മനസ്സിൻ്റെ ഉള്ളിൽ അത് റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കുറേ പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ TPSൻ്റെ അതേ സ്റ്റൈലിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. യു ക്യാൻ സീ മീ ടോക്കിംഗ് ഓൺ ഡിഫറെൻറ്റ് ടോപ്പിക്സ്. ഇപ്പം UK യുണൈറ്റഡ് കിങ്ഡം, അത് കുറേ ഫാസ്റ്റായിട്ട് സംസാരിക്കലാണ് ഇംഗ്ലീഷ് എന്ന് കേരളത്തിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ UK ഫിലിപ്പീൻസിൽ, അമേരിക്കയിൽ അങ്ങനെയുള്ള പല ആൾക്കാർ, ഇപ്പോൾ പാകിസ്ഥാനിലെ ആൾക്കാരുമായിട്ട് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ ഡോക്ടർ TPS നടിക്കും. അതിൽ വീട്ടമ്മമാരടക്കം എന്നോട് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന കേൾക്കാം. അവർക്ക് ഞാൻ ഉത്തരം പറയുന്നത് കേൾക്കാം. അങ്ങനെ മോളൊരു 10 ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് ഡോക്ടർ TPSനോട് സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ ചോദ്യം ചോദിക്കേണ്ടത് മനസ്സിലാവും. ക്രിയേറ്റ് സം 10 ക്വസ്റ്റ്യൻസ് ഓൺ ജെൻറിക്. പാകിസ്ഥാൻ ഡോക്ടർ TPS കേൾക്കുക, അതേ ലൈനിൽ ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് ലെറ്റ് us പ്ലാൻ ടു മീറ്റ് സം ടൈം ഓൺ Gmeet ആൻഡ് ദെൻ ഹാവ് എ ഡിസ്കഷൻ. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് യു വിൽ ഓൾസോ ഫീൽ കോൺഫിഡൻറ്റ്. അത് ചില അമ്മമാരൊക്കെ പാകിസ്ഥാനിൽ നിന്ന് മക്കൾ തന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടാവും, 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ. ഉടനെ അമ്മ പറയും, ഐ ഓൾസോ വാണ്ട് ടു ഇൻ്റർവ്യൂ, ഉറുദുവിൽ സംസാരിച്ചോട്ടെ, ഹിന്ദിയിൽ സംസാരിച്ചോട്ടെ എന്നൊക്കെ വെച്ചു. ഞാൻ പറയും പറ്റില്ല, ഇംഗ്ലീഷേ പറ്റുള്ളൂ. അത് ഹിന്ദി പറഞ്ഞാലോ ഉറുദു പറഞ്ഞാലോ മനസ്സിലാവാത്തതുകൊണ്ടല്ല, അവരത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ ഗിവ് മീ 2 days, ആഫ്റ്റർ 2 days ഐ വിൽ കം ബാക്ക് ടു യു. 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാമെന്ന്. ഇപ്പോൾ ഇന്നലെ അങ്ങാണ്ടൊരു വൈസ് പ്രിൻസിപ്പളാണ് പാകിസ്ഥാനിലെ. അവർ പറഞ്ഞ് ദിസ് ഈസ് മൈ ഫസ്റ്റ് ഇൻ്റർവ്യൂ ഇൻ ഇംഗ്ലീഷ് എന്നാണ്. എന്ത് ബെസ്റ്റായിട്ടാണ് സംസാരിക്കുന്ന അറിയോ? ആ കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവണം. സോ മോസ്റ്റ് എസെൻഷ്യലായിട്ട് വേണ്ടത് എന്താ വെച്ചാൽ ഇമ്മീഡിയറ്റ് ഫാസ്റ്റ് റെസ്പോൺസ്. ഇപ്പം ഞാൻ ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര സമയം എടുക്കേണ്ടതിന് റെസ്പോണ്ട് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് വിളിച്ചോളൂ എന്നൊക്കെ പറയാൻ? ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ് ഇമ്മീഡിയറ്റ്, റൈറ്റ്? നാളെ പിന്നെ എന്നുള്ളൊരു അവസ്ഥ പാടില്ല. ഇമ്മീഡിയറ്റ് ഫാസ്റ്റ് റെസ്പോൺസ്. നമ്മളിപ്പോൾ ഒരു വീഡിയോ കാണുന്ന സമയത്ത് വാട്ട് ഡിഡ് യു ലേൺ ഫ്രം ദാറ്റ്? വെരി ഗുഡ്, വണ്ടർഫുൾ എന്നല്ല എഴുതേണ്ടത്. അതിനകത്ത് നിന്ന് എന്ത് പഠിച്ചു എന്ന് നമുക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ, ലുക്ക് അറ്റ് സം ഓഫ് മൈ ഇൻ്റർവ്യൂസ്, ലൈഫ് ട്രാൻസ്ഫർമേഷൻസ്, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഇൻ്റർവ്യൂ കാണുക. എന്നിട്ട് അതിനകത്ത് നിന്ന് ഇതാണ് എനിക്ക് കിട്ടിയ മെസ്സേജ് എന്ന് ഇംഗ്ലീഷിൽ എഴുതുക. അങ്ങനെ എഴുതണമെങ്കിൽ നമ്മൾ ആ സെൻറ്റൻസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കണ്ടേ? ആ സെൻറ്റൻസ് നമ്മൾ അങ്ങനെ 3-4 പ്രാവശ്യം എഴുതുമ്പോൾ എങ്ങനെയാണ് കൃത്യമായിട്ട് എഴുതേണ്ടത് നമ്മൾ പഠിക്കും. ഓട്ടോമാറ്റിക്കലി വി വിൽ ലേൺ ഹൗ ടു റൈറ്റ്. അപ്പോൾ പ്രാക്ടീസിങ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ടു ലേൺ ഇംഗ്ലീഷ്. ഇപ്പം ഞാൻ എന്താ പറഞ്ഞേ? Practicing is the best method to learn English. Wonderful, good girl. എത്ര ബെസ്റ്റായിട്ട് പഠിക്കണം നോക്കാം നമ്മൾ. ഓക്കെ, അതിൽ ഗ്രാമർ തെറ്റുണ്ടോ, വാക്കുകൾ ശരിയാണോ എന്നൊന്നും ആലോചിക്കരുത്. ഞാനൊക്കെ പഠിച്ചത് ശരിക്കും മലയാളം മീഡിയത്തിലാണ്. നാട്ടിൽ സാധാരണ വില്ലേജ് സ്കൂളിൽ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. ബട്ട് ദെൻ വാട്ട് ഐ ഡിഡ് ഈസ്, ഞാൻ കുറേ ഇംഗ്ലീഷൊക്കെ പേപ്പർ എടുത്തിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യും മലയാളത്തിലേക്ക്. മലയാളത്തിലുള്ള പേപ്പർ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അങ്ങനെ കുറേ ഇംഗ്ലീഷ് പഠിച്ചു. അപ്പോൾ വൺ ഓഫ് ദ മെത്തേഡ് ഈസ് ജനറൽ നോളജും നമ്മുടെ കോമൺ നോളജും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യും. ഒരു മലയാളം പേപ്പർ എടുക്കുക, ഒരു ഇംഗ്ലീഷ് പേപ്പർ എടുക്കുക, രണ്ടിലും ഒരേ ന്യൂസാണ് ഉണ്ടാവുക.
ആ ന്യൂസ് ഒന്നൊന്ന് മറ്റേതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് ഇത് തന്നെയാണോ അവർ എഴുതിയതെന്ന്. നമ്മുടെ സാധാരണ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന ഇംഗ്ലീഷ് നോട്ട് ഗുഡ് ഇനഫ്. പിന്നെ wordhippo.com എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. വേർഡ് ഹിപ്പോ, വേർഡ് WORD, വേർഡ് ഹിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അരയുടെ ഭാഗം. ഹിപ്പോ എന്ന് പറഞ്ഞാൽ ഹിപ്പോ ഡാൻസ് എന്നൊരു ഡാൻസ് ഉണ്ട്. അപ്പോൾ wordhippo.com, വേർഡിനെ എങ്ങനെ നമുക്ക് ഡാൻസ് കളിക്കാമെന്നാണ് ആ വെബ്സൈറ്റിന്റെ പേര് തന്നെ. അതിനകത്ത് മോളിപ്പം സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് തിയോഡലൈറ്റ് എന്നൊരു വാക്കുണ്ടാവും. തിയോഡലൈറ്റ് എന്ന് പറഞ്ഞാൽ ലെവലിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ലെവലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ടാവും, പാരലാക്സ് എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ടാവും. ഇതൊക്കെ പുതിയ വാക്കുകളായിരിക്കും. നമ്മൾ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഇപ്പം തന്നെ പിന്നെ അത്തരം കുറേ വാക്കുകൾ സിവിൽ എഞ്ചിനീയറിംഗിലെ ഒരു 100 വാക്കുകൾ കണ്ടുപിടിക്കുക ഒരാഴ്ചയിൽ. അപ്പം 54 ആഴ്ചയിൽ 5400 വാക്കുകൾ കിട്ടി. ആ വാക്കുകളുടെയൊക്കെ മീനിങ് ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഡിക്ഷണറി വേണ്ട, വേർഡ് ഹിപ്പോയിൽ പോയി നോക്കുക. അത് നോക്കിയിട്ട് സ്വന്തം ഒരു ഡിക്ഷണറി ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ടാക്കുക. എല്ലാ ടെക്നിക്കൽ ടേമും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടനെ അതിന്റെ ഡെഫിനിഷൻ പടപടാന്ന് പറയാൻ പറ്റണം. അങ്ങനെ പറയാൻ പറ്റിയെന്ന് വിചാരിക്കേ, അങ്ങനെ ആ സബ്ജക്റ്റിൽ എക്സാം ഒക്കെ എഴുതുമ്പോണ്ടല്ലോ ടെക്നിക്കൽ ടേംസ് നല്ലോണം എഴുതാൻ പറ്റും. ആ ടെക്നിക്കൽ ടേംസ് ആണ് നമ്മളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുമ്പം. ഞാനൊക്കെ ഈ എംടെക്കിൻ്റെ ഒക്കെ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് റിമോട്ട് സെൻസിംഗ് എന്ന് പറയുന്നൊരു സബ്ജക്റ്റാണ്. റിമോട്ട് സെൻസിംഗ് എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിംഗ് ആണ്. ആ റിമോട്ട് സെൻസിംഗിൽ എംടെക് ചെയ്യുന്നവരൊക്കെ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചവരാണ്. അതിൻ്റെ പേപ്പറൊക്കെ ഞാൻ ഇവാലുവേറ്റ് ചെയ്യുമ്പം എല്ലാം നോക്കുക, ആദ്യം ടെക്നിക്കൽ ടേംസ് എത്രയുണ്ടെന്നാണ്. നല്ലോണം ടെക്നിക്കൽ ടേംസ് ഉണ്ടെങ്കിൽ ഫുൾ മാർക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ ടെക്നിക്കൽ ടേംസ് പഠിക്കണം. ഓക്കെ, ഗുഡ് ഗേൾ. ശരി.